പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. അപ്പം രാജകീയ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കൂ, കൈനിറയെ പണം സമ്പാദിക്കുമെന്ന കേരള വനം വകുപ്പിൻ്റെ നിർദ്ദേശത്തെ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഏറ്റുമാനൂർ സ്വദേശിയായ അരുണിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കേരളത്തിൽ ഉടനീളം ചന്ദന വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അടൂരിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അടൂരിലെ സാം എന്ന ഒരു ചേട്ടൻ്റെ തോട്ടത്തിൽ ഏകദേശം 50ഓളം തൈകളാണ് ഇന്ന് അവർ നട്ടുപിടിപ്പിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കാവുന്നതാണ്. ഇത് കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയായ അഖിലാണ്. അപ്പോൾ ഈ ചന്ദന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അത് വെച്ചുപിടിപ്പിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റും? ഞങ്ങൾ ചന്ദന തൈകൾ വീടുകളിലെത്തി കുഴിയെടുത്ത് വളവിട്ട് നട്ടുവെച്ച് 5 വർഷത്തേക്കുള്ള ഒരു റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയോട് കൂടി ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ ഒരു ഫേസ്ബുക്കിലെ പരസ്യം കണ്ട് സാം എന്ന് പറഞ്ഞ സാറ് ഞങ്ങളെ ഒരാഴ്ച മുമ്പ് ഞങ്ങളെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞ ആഴ്ച ബുക്ക് ചെയ്ത് ഞങ്ങൾ ഈ ആഴ്ച വന്ന് ഇവിടെ 50ഓളം കുഴിയെടുത്ത് വെച്ചേക്കുവാണ് ചെയ്യുന്നത്. അപ്പം ചന്ദന മരങ്ങളെ പറ്റി എല്ലാവർക്കും ഉള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് മൊത്തം ഉള്ളത്. അതായത് പരിമിതമായ അറിവ് വെച്ചാണ് പലരും ചന്ദന മരത്തെ വിലയിരുത്തുന്നത്. അപ്പോൾ അതുവഴി അവർക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ നെഗറ്റീവ് പറയുന്നവർ കളയുന്നത്. പക്ഷേ ഇത് ഞാൻ പറയുന്നില്ല, ഗവൺമെൻറ് തന്നെ അവിടുത്തെ മറയൂർ ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, രാജകീയ വൃക്ഷമായ ചന്ദനമരം വളർത്തു കൈ നിറയെ കാശ് നേടുമെന്ന് പറഞ്ഞ് അവിടുത്തെ മെയിൻ ബോർഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏറ്റെടുത്ത്, അപ്പം നമ്മുടെ സമൂഹത്തിൽ ഞാനൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത ആളാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്ത് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ആകാം എന്ന് ചിന്തിച്ചപ്പോഴാണ് ഞാൻ ചന്ദനത്തൈയുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു ആശയമായിട്ട് ഞാൻ ഇറങ്ങിയത്. അപ്പം എല്ലാ നഴ്സറികളിലും ചന്ദനത്തൈ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ വളർത്തണം, ഏത് രീതിയിൽ വളർത്തണം, അതിനെന്ത് വളമാണ് യൂസ് ചെയ്യുന്നത്, ഇതൊന്നും പലർക്കും അറിയത്തില്ല. അപ്പോൾ അത് A to Z കാര്യങ്ങൾ ഞങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവരിൽ നിന്ന് പഠിച്ച് ചെയ്യുന്നവർക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഇതിനോട്ട് ഇറങ്ങിയതാണ്. അപ്പം അതിനുള്ള വളങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത്. അത് ഞങ്ങൾ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഉത്തരവാദിത്തത്തോടു കൂടി ഓരോ ആൾക്കാർക്കും ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ചേട്ടാ, ഇതെങ്ങനെയാണ് ചേട്ടൻ അറിഞ്ഞിരിക്കുമ്പോൾ? ഞാനൊരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടിട്ടായിരുന്നു. എനിക്ക് വേറെ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ട്രഡീഷണൽ രീതിയിൽ ചന്ദനം നടാൻ വേണ്ടിയിട്ട് കുഴിയെടുത്ത് ഇട്ടിരിക്കുകയാണ്. അതിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ പ്ലാൻ ചെയ്യും. എന്നിട്ട് അതിന് നല്ല എക്സ്പെൻസീവാണ്. കാരണം മെഷീൻ ഇറക്കി കുഴിയെടുക്കുന്നതിനും അത് ലെവൽ ചെയ്യുന്നതിനൊക്കെ നല്ല എക്സ്പെൻസ് വരുന്നുണ്ട്. അന്നേരം ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ച് സ്ഥലം കാലിയായിട്ട് കിടപ്പുണ്ട്, പുള്ളിയെ വിളിച്ചു, പുള്ളി ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നേ. അപ്പം ഇനി ഈ തോട്ടപ്പടം മുഴുവൻ വെച്ച് പിടിപ്പിക്കാൻ ഉദ്ദേശമുണ്ടോ അതോ? ഇത് എൻ്റെ അളിയൻ്റെ തോട്ടമാണ്, വസ്തുവാണ്. അന്നേരം പുള്ളിക്ക് ഇതിനോടിപ്പം താല്പര്യമുണ്ട്. കാരണം എന്ന് വെച്ചപ്പോൾ ഞങ്ങൾ ട്രഡീഷണലായിട്ട് റബ്ബർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ റബ്ബർ കൃഷിയിൽ നിന്നും ആർക്കും യാതൊരു വരുമാനവും വലിയ പ്രതിസന്ധിയാണ്. കാരണം ഒരു റബ്ബർ നട്ട് 10 വർഷത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ അതുവരെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ തിരിച്ചു കിട്ടണമെങ്കിൽ 20 വർഷം കഴിയണം. ആ 20 വർഷം കൊണ്ട് ഒരു ചന്ദനം ലെവലായി കിട്ടിക്കഴിഞ്ഞാൽ ആ കാശ് മുറിച്ചു കൊടുത്താൽ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും. അതേ ഉള്ളൂ, അല്ലാതെ വേറെ ലേബർ കൂലിയൊന്നും ഇല്ല. പിന്നെ റബ്ബറാണെങ്കിൽ എല്ലാ വർഷവും കാട് വെട്ടണം, വളമിടണം, മെയിൻ്റനൻസ് ഒത്തിരി ഉണ്ട്. ഇടയ്ക്ക് മരം ചീക്കായി പോവും, നശിച്ചു പോവും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് വന്നത്. ഇതാകുമ്പോൾ പിന്നെ ആരെങ്കിലും ഇപ്പം പിന്നെ ഒരുപാട് ടെക്നോളജി വളർന്നിട്ടുണ്ട്. തെഫ്റ്റ് ഭീഷണി നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പം ഗവൺമെൻറ് തന്നെ എന്തോ ചിപ്പോ കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതിപ്പോൾ 2,000-2,500 രൂപ വിലയാണ്. അത് വരും വർഷങ്ങളിൽ അത് കുറയും. അത് എല്ലാ ഫോണിലും വേണ്ടപ്പെട്ടവർക്കൊക്കെ അലർട്ട് കൊടുക്കും എന്നൊക്കെയാണ്. മറയൂരിൽ ഗവൺമെന്റിന്റെ തൈകളിലെല്ലാം വൃക്ഷങ്ങളിലെല്ലാം ചിപ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. അന്നേരം ഇത്രയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ നമ്മൾ 10 മരം വെച്ച് 2 എണ്ണം കിട്ടിയാലും ശരി തന്നെ ലാഭമാണ്, റിസ്ക്കും ഇല്ല. പിന്നെ ആരെങ്കിലും കൊണ്ടുപോയാലും ശരി തന്നെ കേരളത്തിൽ ആർക്കും വിൽക്കാൻ പറ്റത്തില്ല, വാങ്ങിക്കാനും പറ്റത്തില്ല. കേരളത്തിന് പുറത്ത് പോയെങ്കിലേ രക്ഷയുള്ളൂ, വിപണനം നടക്കുകയുള്ളൂ. ആരെല്ലാം മുറിച്ചോണ്ട് പോയാലും കേരളത്തിന് പുറത്ത് കിടത്താതെ അവർക്ക് അതുകൊണ്ട് പ്രയോജനമില്ല. അന്നേരം ഇപ്പം ഈ ഇത്രയും അലർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ ബോർഡർ കിടക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ പോലീസ് പൊക്കുമായിരിക്കും. ചന്ദനം വെച്ച് പിടിപ്പിക്കുന്ന അഖിലും അതുപോലെ ഇപ്പം സാമെന്ന ഏട്ടൻ്റെ പുരയിടത്തിലാണ് പുള്ളി ചന്ദനം വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രണ്ടുപേരും സൂചിപ്പിച്ചു.
അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കാർഷിക മേഖല വളരെയധികം പ്രതിസന്ധി നേരിടുകയാണ്. ഇപ്പോൾ റബ്ബർ കർഷകരുടെ കാര്യം തന്നെ ചേട്ടൻ സൂചിപ്പിച്ചു. റബ്ബർ വെച്ച് പിടിപ്പിച്ച് അത് വളർത്തിയെടുത്ത് അതിൻ്റെ കാട് വെട്ടി അതിനുശേഷം അത് വളർന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ആദായം എടുക്കാൻ വേണ്ടി ഒരു വെട്ടുകാരനെ കിട്ടാൻ വളരെയധികം പ്രതിസന്ധിയാണ്. ഇന്ന് ഈ ബംഗാളിൽ നിന്നും മറ്റേ ആസാമിൽ നിന്നൊക്കെ ആളുകൾ വന്ന് വെട്ടേണ്ട അവസ്ഥയുണ്ട്. അവരിപ്പം പ്ലാന്റിങ്ങിന് തന്നെ പല മേഖലയിലും ഇപ്പം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സർക്കാരിൻ്റെ തന്നെ റബ്ബർ പ്ലാന്റുകൾ തന്നെ പലതും ഇന്ന് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യയെ എങ്ങനെ പ്രയോജനപ്പെടുത്തി ഇപ്പോൾ നാനോ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയാണ് ഭൂമി പവർ എന്ന ഒരു 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 വളം ഉപയോഗിച്ചാണ്. അതുപോലെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഭൂമി പവർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ചന്ദന മരത്തിന് ഏറ്റവും കൂടുതൽ ഫംഗസാണ് വരുന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യമേ ബേസിക് ആയിട്ടുള്ള ഇത് യൂസ് ചെയ്യുന്നുണ്ട്, വളം യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ pH ലെവൽ നിർത്തുന്ന ഇതുണ്ട്. pH ലെവൽ നിർത്തുന്ന ഓയിൽ വളങ്ങളൊക്കെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ടെക്നോളജി അഡ്വാൻറ്റേജ് ആയിട്ടുള്ള വളങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അതിനോടൊപ്പം നല്ല കമ്പോസ്റ്റുകളും ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്ലാന്റിങ് ഈ അഖിലിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. അപ്പം കേരളത്തിൽ എവിടെയും ഇത് പ്ലാന്റ് ചെയ്യാൻ പറ്റും. അടൂർ നിവാസികളായ ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇദ്ദേഹവുമായി ബന്ധപ്പെടുക. ഇത് വച്ചു പിടിപ്പിക്കുന്നതിനെ പറ്റിയും ഇതിൻ്റെ ഭാവിയിലുള്ള കാര്യങ്ങളെപ്പറ്റിയും ഇതിൻ്റെ എല്ലാവിധമായ രോഗങ്ങളെപ്പറ്റിയും അതിനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അദ്ദേഹം നിങ്ങളോട് പറയും. അപ്പം തീർച്ചയായും ഈ വീഡിയോ കൊണ്ട് താല്പര്യമുള്ള ആളുകൾ കർഷകർ ഇദ്ദേഹത്തുമായി കോൺടാക്ട് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ ഞങ്ങൾ നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടൂരിൽ നിന്നും ക്യാമറാമാൻ സാദിഖിനും ശങ്കറിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.